ഒരു ഗാനം ആലപിക്കും. കർത്താവിന് വിലപ്പെട്ട ദാസിയെ പാട്ടിനായി ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥന പാട്ട് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പഴയ പാട്ട് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. അറിയാവുന്നവരെ മ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. ദൂതർ സ്തുതിക്കൂ നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാൽ ഇന്നുമെന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. ഇന്നുമെന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനെ കഷ്ടം നഷ്ടം സർവം ഏറ്റു നീ പിൻപേ നിന്ദാസർ നടന്നിടമേ. കഷ്ടം നഷ്ടം സർവമേറ്റു നീ പിൻപേ നിന്ദാസർ നടന്നിടമേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വീട്ടിടുക. ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വീട്ടിടുക. നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായകനെ. രക്ഷാ സത്യം നീതി ചോർത്തി നീ ശക്തനാക്കിടും സേനാനായക. രക്ഷാ സത്യം നീതി ചോർത്തി നീ
ശക്തനാക്കിടും സേനാനായക. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. വാനമുകിലിൽ ദൂതസംഘമായി നാഥൻ വരുമളവിൽ. വാനമുകിലിൽ ദൂതസംഘമായി നാഥൻ വരുമളവിൽ. ലോകം വിറയ്ക്കും ലോകർ ഭ്രമിക്കും ഞാനെന്നാർത്തിടുമേ. നോക്കി നോക്കി കൺകൾ മങ്ങുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. നോക്കി നോക്കി കൺകൾ മങ്ങുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോണിതാലേ. പ്രൈസ് ദി ലോർഡ്. ഒരു ഗാനം പാടുവാൻ വിലപ്പെട്ട ദാസിയെ ദൈവം സഹായിക്കും. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ കുട്ടിയെ ദൈവം പറഞ്ഞിരിക്കുന്നു. അനുഗ്രഹമാക്കി മക്കളെ ദൈവം ആക്കിയിരിക്കുന്നല്ലോ. ദാസിനെയും ദാസിയും മക്കളെയും കൊച്ചുമക്കളെയും ഹാലേലൂയ സ്വപ്നം ഇതിലായിരിക്കും മാതാക്കളെയും ഹാലേലൂയ സഹോദരങ്ങളായി വീട്ടുകാർ കുടുംബക്കാരെ എല്ലാം കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ച് ദീർഘായുസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു ദോഷവും വരാതെ പരിപാലിക്കട്ടെ. ഹാലേലൂയ. ദൈവത്തിനും ദൈവമക്കൾക്കും എല്ലാവർക്കും അനുഗ്രഹം മാറ്റി നിർത്തിയിരിക്കുന്നല്ലോ. ആ പാട്ട് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹാലേലൂയ സ്തോത്രം. നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്നവരാകുന്നു. ഹാലേലൂയ. ഏത് സമയത്തും കാഹളം ധ്വനിക്കും സ്തോത്രം തലത്തിൽ എന്നുള്ളവരായി നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനമായിരുന്നു. ഹാലേലൂയ. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വം എടുക്കുകയും എല്ലാവരുടെ അനുഗ്രഹ സമ്പത്ത് ദൈവം പകർന്ന് പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഹാലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പിന്നെയും കർത്താവിന് വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാനും വചന ശുശ്രൂഷിപ്പാനും വീടുവാനും എല്ലാം ദൈവം അഭിഷേകവും കൃപയധികമായ മക്കൾക്ക് പകരട്ടെ. ആചാര്യ ബിസിനസ് ഒക്കെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ന്യൂ കസ്റ്റമേഴ്സിനെ ഒക്കെ ദൈവം കൊടുക്കുക. വരുവാൻ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കാം. മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് സ്പോക്കണായിട്ടുള്ള എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്കും സ്വർഗത്തിലെ ദൈവത്തിലെ മാനിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനും ജീവനെ സൂക്ഷിപ്പാൻ പോകുന്ന കർത്താവിൽപ്പെട്ട ആശ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാവുന്നു. ഹാലേലൂയ. നമ്മുടെ കർത്താവ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം സ്തോത്രം. നമ്മുടെ ദാസന്യാദിനത്തിന്മേൽ വചനം കൊടുക്കുന്ന രാത്രിക്കാലം അതില്ല ദൈവ ശബ്ദങ്ങൾ കേൾക്കുവാൻ വചന സൂക്ഷിൽ എന്തെല്ലാം ദൈവ അനുഗ്രഹങ്ങൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രായപ്പാടിയായി തീരട്ടെ. ഹാലേലൂയ. ഒരാൾക്ക് സത്യവത്തി ആത്മാവിൻ ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. പരിശുദ്ധ ദൈവമേ, പിതാവേ, അപ്പച്ചാ സ്തോത്രം. അവിടുത്തെ പാദപീഠത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ അടുത്തൊരു അന്വേഷിച്ച സ്തോത്രം. സന്ധ്യാസമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ല വാൽക്കാല അപ്പത്തിന്റെ കൃപയുടെ പറയും ഞങ്ങൾ എല്ലാവരെയും കർത്താവേ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ പോക്കിലും എല്ലാം ജോലി കാര്യങ്ങളിലൊക്കെയും കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ കോളേജ് ജീവിതത്തിലൊക്കെ അപ്പന്റെ സാന്നിധ്യം കൂടുന്നതിനായി സ്തോത്രം. എല്ലാ കുടുംബങ്ങളെ അപ്പച്ചൻ സൂക്ഷിച്ചല്ല പരിപാലിച്ചല്ല അപ്പച്ച നന്ദി പറഞ്ഞു കർത്താവേ. പ്രാവശ്യങ്ങളുടെ ദിവസങ്ങളിലേക്ക് എടുത്തിട്ട് ഭാഗ്യം ലഭിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവേ. രാത്രികാലം ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെ അപ്പന്റെ പാദത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇത്രത്തോളം ഹവ സഹായിച്ചല്ല കർത്താവേ. കഴിഞ്ഞ നാളുകൾക്ക് അത്ഭുതമാശ്രമായി അപ്പച്ചൻ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ. രാത്രികാലം കർത്താവേ അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങൾ കർത്താവേ ആയിരിക്കുന്നു കർത്താവേ. നല്ല പാട്ടുകൾ കൂടി കർത്താവേ ഞങ്ങളുടെ വീട്ടിലുള്ള അപ്പച്ചാസ്തവത്തിന് കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന് മക്കളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി കടന്നു വരുന്ന വൃത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസനെ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ആരോഗ്യത്തിനും ബലത്തോടെ കർത്താവേ ദാസനെ കർത്താവേ. രക്തകോട്ടകളിൽ പൊതിയണമേ. ക്രൂശിന് മറിഞ്ഞ് മാറ്റമില്ലാത്ത വചനം കർത്താവേ ശക്തിയോടെ സൂക്ഷിപ്പാൻ പരിശുദ്ധാത്മാവേ ഇരട്ടി അഭിഷേകത്തിൽ അവിടെ നിറച്ചിരിക്കുക സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് ഞങ്ങൾക്ക് എല്ലാ ആശ്വാസവും വിടലും പ്രാപിച്ച വചനം കർത്താവിന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് കർത്താവ് വചനത്തിൽ കൂടി കർത്താവെ ഞങ്ങളെ നയിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസനെ ബലപ്പെടുത്തണമേ. രക്തകോട്ടകളിൽ പൊതിയണമേ കർത്താവേ. ഹല്ലേലൂയ. ഉള്ളങ്കാൽ തൊട്ട് ഉച്ചവരെയും തൊട്ട് സൗഖ്യമാക്കി ആരോഗ്യത്തിനും ബലത്തോടെ അവസാനം വരെയും കർത്താവിന്റെ വചനം സൂക്ഷിച്ച് കർത്താവേ അനേക ലക്ഷ്യങ്ങളിലേക്ക് വരുവാൻ കർത്താവ് വചനം മാത്രം കേൾവിയിൽ തന്നെ കർത്താവ് സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ആരെങ്കിലും രോഗത്തിലും ഭാരത്തിലും ദുഃഖത്തിലും കർത്താവെ ഈ സമയം അവിടുത്തെ പാദത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവെ വചന ശുശ്രൂഷയിൽ വിടൽ നടക്കട്ടപ്പ. എല്ലാവരും ആശ്വാസം പ്രാപിക്കട്ടപ്പ. ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോട്ടപ്പ. രോഗസൗഖ്യം നടക്കട്ടപ്പ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ലോകത്തിലുംപാടും കഷ്ടതയും ഭാരവും പ്രയാസവും ഞെരുക്കങ്ങളും ഒക്കെ കടന്നു പോകുന്ന അനേക ദൈവമക്കളുടെ ദാസന്മാരുണ്ട് കർത്താവ്. കടന്നു പോകുന്നവരുണ്ട്. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാർക്കും രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിച്ചാട്ടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് അവസാനം വരെയും കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്വന്തം വിശ്വസ്തയോടെ അപ്പന്റെ പാദത്തിലായിരിക്കാൻ കർത്താവ് ശുദ്ധിയെ ഞങ്ങളുടെ ഓട്ടം തീർപ്പാണ് കൃപ തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുക്കിയെടുക്കണേ. കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണേ അപ്പച്ച ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീടിന ദാസനെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇതുങ്ങൾക്കായി സ്വത്ത് കൊച്ചുകുഞ്ഞുങ്ങൾക്കായി സ്വത്ത് എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. മക്കളും ആ പട്ടണത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഹോദയ മക്കളും ദേവദാസം എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. സാധനം വിജയം വൈദ്യങ്ങളെ മുതൽ അനുഗ്രഹിച്ച് മമ്മിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സഹായിക്കണമേ കർത്താവ്. കുടുംബമായി സമർപ്പിക്കുന്നതായിട്ടെന്ന് കർത്താവ് ജനത്തിനും ഭാഗം ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവ് കർത്താവെ ഒരുക്കി എടുക്കണമേ. താഴ്ത്തുന്നപ്പ സർവമാന മഹത്വ അപ്പച്ചനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പൊന്നുപിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നമുക്ക് കേൾപ്പാൻ യഹോവയുടെ വചനം മഹാരാജാവിന്റെ ശബ്ദം പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവത്തിന്റെ ശബ്ദം രാത്രികാലം ദൈവത്തിന്റെ അസലിൽ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസങ്ങൾ ഉത്തമമാകും ദിവസങ്ങളിൽ അല്പസമയം ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, സ്വസ്ഥത, സമാധാന, രോഗസൗഖ്യം, നിത്യ അനുഗ്രഹ സമൃദ്ധിയാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ വചനം സൂക്ഷിക്കുമ്പോൾ യഹോവേ അരുളിച്ചേണമേ അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. ഭയഭക്തിയോടും വിറയലോടും നമുക്കായിരിക്കാം. വചനത്തിൽ വിറയ്ക്കുന്നവരായി ഭയഭക്തിയോട് നമുക്കായിരിക്കാം. വചനം സൂക്ഷിക്കാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ കൊലമാസിനും വളരെ പ്രാർത്ഥന. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഈ സന്ധ്യാവന്ദനം പ്രത്യേകമായി ഞാൻ അറിയിക്കട്ടെ. നാം ഹബക്കൂബിന്റെ പ്രവചനമാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രവാചകനെ പറ്റി ഒരു എത്തിനോട്ടമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഹബക്കൂബ് പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒരു മുഖപരിചയം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനിടയായത്. ഇന്ന് രാത്രിയിലും പ്രവാചകനെ പറ്റി ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ചിട്ട് ഈ പ്രവചന പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകണം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മേ ബി ബൈ ദി എൻഡ് ഓഫ് ഫെബ്രുവരി നമുക്ക് ഹബക്കൂബ് പ്രവചനം പഠിച്ചു തീർക്കുവാൻ ഇടയായി തീരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹബക്കൂബ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെയാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നിന്ന് വായിച്ചത്. വീണ്ടും അതേ വാക്യം തന്നെ നമുക്ക് വായിക്കാം. അതിനോട് കൂടെ വേറെ ചില വാക്യങ്ങൾ കൂടെ വായിച്ച് സഹായിക്കണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ
1 മുതൽ 10 വരെയും അതുപോലെ തന്നെ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ കൂടെ വായിച്ച് സഹായിക്കണം. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ഷണ്ണ ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അഴിഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ വായിച്ച് സഹായിക്കും. ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾക്കുവീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽപെയോരിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽപെയോരിനെ പിന്തുടരുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടക്കുവീൻ. ഇതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 7-8 വാക്യം. വിശ്വാസത്താലുള്ള നീതി ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ ദീപീയ അരുളപ്പാടുകളാണല്ലോ ഏഴകൾ വായിച്ചത്. അവിടുത്തെ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ അധരത്തെ നിറയ്ക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ അവിടുത്തെ വചനം വിതറുവാനും അതേ ജനത്തിന് അനുഗ്രഹവും വിടുതലും സമൃദ്ധിയും സൗഖ്യവുമായി തീരുവാനും ഇടയാക്കണമേ. കർത്താവിന്റെ നാമത്തിൽ കർത്താവെ ദൈവവചനം കേൾക്കേണ്ടതിനും പഠിക്കേണ്ടതിനു വേണ്ടി കാത്തിരിക്കുന്ന അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു. തിരുനാമം മഹത്വപ്പെടണം. ദുഷ്ടശക്തികൾ സ്പർശിക്കപ്പെടണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി ഹബക്കൂക്ക് പ്രവാചകനെ പറ്റി ഒരു എത്തിനോട്ടമാണ് നാം ചെയ്തത്. ഹബക്കൂക്ക് പ്രവാചകൻ ഇസ്രയേൽ മക്കളുടെ പിന്മാറ്റ കാലത്തെ ദൈവം കർത്താവിന്റെ ദൂത് അറിയിക്കേണ്ടതിനു വേണ്ടി വിളിച്ചവനാണ് എന്ന് നമുക്ക് ചിന്തിക്കുകയുണ്ടായി. പ്രവാചകന്റെ പേര് നാം ചിന്തിക്കുകയുണ്ടായി. പ്രവാചകന്റെ പേരിന്റെ അർത്ഥം ദ കിങ്, യാബോക്കെ നദീതീരത്ത് വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് കർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിട്ടുപിരിയാതെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഹബക്കൂക്ക് എന്ന പേരിന്റെ അർത്ഥം.
ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവൻ, കർത്താവിനോട് ക്ലിങ് ചെയ്തിരിക്കുന്നവൻ എന്നൊക്കെ ആണ് വേദവിദ്യാർത്ഥികളെ. അതുകൊണ്ടാണ് ഹബക്കൂബിനെ ഒരു നിക്നെയിം കൊടുത്തിരിക്കുന്നത്, ക്ലിങ്ങർ എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. താൻ ഒരു പ്രവാചക ശുശ്രൂഷയിലല്ല തന്റെ ജീവിതം ആരംഭിച്ചത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. താൻ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണെന്നും താൻ ഒരു പുരോഹിതനാണെന്നും 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഞാൻ കൊത്തളത്തിൽ കാവൽ ചെയ്തുകൊണ്ട്, കൊത്തളം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് എബ്രായ ഭാഷയിൽ മിഷ്ബറത്ത് എന്നാണ്. മിഷ്ബറത്ത് എന്ന സ്ഥലം പുരോഹിതന്മാർ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കൂറിന്റെ ക്രമപ്രകാരം വരുന്ന സന്ദർഭത്തിൽ അവരുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് 2 ആഴ്ച മുമ്പേ കടന്നു വരികയും ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുകയും ദേശത്തെ നോക്കി ഇടിവിൽ നിന്ന് കരയേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ സ്ഥലമാണ് മിഷ്ബറത്ത്. അതുകൊണ്ട് താൻ കൊത്തളത്തിൽ മിഷ്ബറത്തിൽ കാവൽ ചെയ്ത് നിരുന്നപ്പോൾ താൻ ഒരു പുരോഹിതനായിരിക്കാനാണ് സാധ്യതയെന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നാം ചിന്തിച്ചത് താൻ ഒരു പ്രാർത്ഥനാവീരനായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹബക്കൂവിന്റെ പ്രവചനം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് താൻ ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ഞാൻ എത്രത്തോളം അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഉത്തരം ലഭിക്കുന്നത് വരെയും വളരെ അയ്യം വിളിക്കുന്നത് പോലെ കരഞ്ഞ് നിലവിളിച്ച് ഒരു ഉത്തരത്തിനായി കാത്തിരിക്കുന്ന ഒരു പ്രാർത്ഥനാവീരനായിരുന്നു താനെന്ന് കാണുവാൻ സാധിക്കുന്നു. തന്റെ പ്രവചന ശുശ്രൂഷ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് ലഭിച്ചത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. താൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ ദൈവം തന്നെ ഒരു പ്രവചന ശുശ്രൂഷക്കൂടെ നിയോഗിച്ചു എന്ന് കേൾപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ആരായുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവം പ്രത്യേകമായി പ്രത്യേക നിയോഗപ്രകാരം പ്രത്യേക ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്നതെന്ന് ആ സന്ദർഭത്തിൽ ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. അതുപോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലുള്ളതായ വിവിധ കാര്യങ്ങളെപ്പറ്റി കഴിഞ്ഞ ആഴ്ചയിൽ നാം പ്രധാനമായി അതാണ് ചിന്തിച്ചത്. മലാക്കി പ്രവചനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 9-ാം വാക്യം വരെയും 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒക്കെയും ചിന്തിച്ചിട്ട് ഒരു പുരോഹിതൻ ആരായിരിക്കണം എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പഠിച്ചിട്ട് ദൈവജനത്തിന് പരിജ്ഞാനം പകർന്നു കൊടുക്കുകയും ദൈവത്തിൻ്റെതായിട്ടുള്ള അരുളപ്പാടുകൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പുരോഹിതനെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ, അതിനാണ് മലാക്കി പ്രവചനവും മറ്റ് പല പ്രവചന പുസ്തകങ്ങളും പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഭയഭക്തിയോടുകൂടെ ഉള്ളതായ ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതിന് ഒരു ഉദാഹരണമാണ് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ അഹരോന്റെ മൂത്ത 2 മക്കൾ നാദാബും അബീഹൂരും ദൈവത്തിന്റെ സന്നിധിയിൽ അഗ്നി കത്തിച്ചതായ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നും യാഗപീഠത്തിൽ തീ ഇറങ്ങിയാണ് ഇസ്രയേൽ മക്കളുടെ യാഗം അത് ദഹിപ്പിച്ചു കളഞ്ഞത്. എന്നിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, ആ സ്വർഗത്തിൽ നിന്നിറങ്ങിയ തീയെ ഒരു കുടത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ തീയെ അത് കെട്ടുപോകാതെ ഒരു വെസലിൽ സൂക്ഷിച്ച് ആ തീയിൽ നിന്നുമാണ് യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ ഭൂമിയിൽ അവരുണ്ടാക്കുന്നതായ തീയിൽ നിന്ന് യാഗങ്ങൾ കഴിപ്പാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. എന്നാൽ നാദാബും അബീഹൂരും ഈ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അഗ്നിയിൽ നിന്ന് യാഗം കഴിക്കാതെ അവർ ഭൂമിയിൽ അല്ലാതെ ഉണ്ടാക്കുന്ന നാമൊക്കെയും
തീ ഉണ്ടാക്കുന്നത് പോലെ തീ ഉണ്ടാക്കി അതിൽ നിന്നും മനുഷ്യകരമായ മനുഷ്യകരത്താൽ ഉണ്ടാക്കിയ തീയിൽ യാഗം കഴിച്ചപ്പോഴാണ് അന്യാഗ്നി ഉണ്ടായത്. അപ്പോൾ അവരെ അവിടെ വെച്ച് തന്നെ യഹോവയായ ദൈവം കൊല്ലുകയായിരുന്നു. പൗരോഹിതന്മാരെല്ലാവരും ഭയപ്പെട്ടു പോയി. ഇത്ര തീഷ്ണനായ ദൈവത്തെ എത്ര ഭയഭക്തിയോടുകൂടെ സേവിക്കണമെന്ന് അവരെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അങ്ങനെ യഹോവയായ ദൈവം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവാസ ജീവിതം രാജകീയ പുരോഹിത വർഗമാകുന്ന നാം ഭയഭക്തിയോടുകൂടെ ചെയ്യേണ്ടതാണ്. എന്ന് ദൈവസന്നിധിയിൽ ഭയവും ദൈവത്തിനുള്ള ബഹുമാനവും ഒക്കെയും വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് ചുറ്റുപാടുകൾക്ക് അതീതമായിട്ടല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗുണപാഠങ്ങൾ അനുസരിച്ചിട്ട് അന്യാഗ്നിയല്ല, നമ്മുടേതായിട്ടുള്ള ചിന്താഗതിയിലല്ല, പ്രത്യുത സ്വർഗത്തിലെ ദൈവം നമുക്ക് അയച്ചിരിക്കുന്ന പരിശുദ്ധ ആത്മാവെ നമ്മുടെ അന്തരങ്ങളിൽ വ്യാപരിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയമപ്രകാരം ഉള്ള ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് ധന്യമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഓർപ്പിക്കുന്നുവെന്നേ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹൊഫ്നിയുടെയും ഫിനെഹാസിന്റെയും കാര്യം നമുക്കറിയാം. അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ, മേധസ് മറ്റേ ആലയത്തിലേക്ക്, ഈ സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന യാഗങ്ങളിൽ മേധസ് ദൈവത്തിന് ആണ്, അത് മനുഷ്യർക്കുള്ളതല്ല എന്ന് തിരുവചനത്തിൽ കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവർ മേധസ് എടുത്തുകൊണ്ട് അവർ കുത്തിയെടുത്തുകൊണ്ട് ദൈവത്തെ ഭയമില്ലാതെ പോകുന്നത് കാണുവാൻ സാധിക്കും. ജനം ദയവായി ദൈവത്തിന്റെ മേധസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം എടുത്താൻ പറഞ്ഞാലും അവർ അങ്ങനെ ചെയ്യാതെ ഹല്ലേലൂയ മേധസ്, ഹല്ലേലൂയ അതിന്റെ ആത്മീക അർത്ഥം ഹല്ലേലൂയ മേധസ് അഥവാ പ്രൈസസ്, ഹല്ലേലൂയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുന്നവരായിരിക്കണം. മനുഷ്യന് സ്തുതികോത്രങ്ങൾ കരയറ്റുന്നവരാകരുത്. ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചാലും ആ വ്യക്തിയുടെ ഏതോ മിടുക്കുകൊണ്ടല്ല, പ്രത്യുത ആ വ്യക്തിയിൽ ദൈവം അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലും ദൈവികമായ ജ്ഞാനത്താലും ദൂത് പറയുക മാത്രമാണ്. ആ വ്യക്തിയുടെ എന്തോ പ്രത്യേകതയല്ല. ആയതുകൊണ്ട് വ്യക്തിത്വത്തെ ഉയർത്തുന്നവരല്ല, മേധസ് എപ്പോഴും ദൈവത്തിനായിരിക്കണം. നാം ദൈവത്തിന് കൊടുക്കേണ്ടതായ പുകഴ്ചകളും നാം ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്തുതി സ്തോത്രങ്ങളും ഒരു പ്രകാരത്തിലും സ്ഥാനമാനങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും കൊണ്ടോ കരസ്ഥമാക്കുന്നത് ദൈവസന്നിധിയിൽ നീതിയുള്ളതല്ല. എപ്പോഴും ഞാൻ ചിലപ്പോഴേ ഈ കാത്തലിക്സിൻ്റെതായിട്ടുള്ളതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരെ ഏതെങ്കിലും കാര്യത്തിലെ ആരെയെങ്കിലും നിങ്ങളുടെ പാട്ട് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അവർ ഉത്തരം പറയുന്നത് നിങ്ങൾ കേട്ടുണ്ടോ? ഹല്ലേലൂയ, യേശു മശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അതാണ് അവരുടെ ഉത്തരം പറയുന്നത്. നിങ്ങൾ എപ്പം വേണേലും കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകിച്ച് ഈ നൺസൊക്കെ എന്തെങ്കിലും നല്ല പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്ക് യു, വെരി ഗുഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് പൊക്കുമ്പോൾ എടുത്ത വായിൽ അവരെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അവർ തിരിച്ചു പറയുന്നത് യേശു മശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചിലപ്പോൾ ഹല്ലേലൂയ എല്ലാ ഉപദേശങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, എന്നാൽ തന്നെയും നല്ലത് അംഗീകരിക്കുവാൻ വചനം പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു നന്മയാണത്. ഹല്ലേലൂയ സ്തോത്രം. ആരെങ്കിലും നമ്മെ പുകഴ്ത്തുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ പ്രസംഗം നല്ലതായിരുന്നു, ക്ലാസ് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഈ ഇന്നത് നല്ലതായിരുന്നു എന്നൊക്കെയും പറയുമ്പോൾ നാം മറുപടി പറയേണ്ടത് യേശു മശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, നമ്മുടെ കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഒന്നുമല്ല. നാം 10 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗം പറഞ്ഞാൽ ഇതൊന്നും നമ്മുടേതൊന്നുമല്ല. ദൈവം തന്ന വചനത്തിൽ നിന്നും ദൈവജനത്തിന് വിളമ്പിക്കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് അതിനായി സഹായിച്ചു. അതിന് നമുക്ക് എന്തെങ്കിലും പുകഴ്ച എടുക്കാൻ ഒക്കുമോ? നാം ചെയ്യേണ്ടത് യേശു മശിഹായിക്ക് സ്തുതി, എന്റെ കർത്താവിന് സ്തോത്രം എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ശീലിച്ചാലേ
എത്ര നല്ലതായിരിക്കും. അപ്പൊ അവരുടെ ടെർമിനോളജി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം കരയറ്റേണം. ആരെങ്കിലും എന്തെങ്കിലും പുകഴ്ത്തി പറയുമ്പോൾ എന്റെ കർത്താവിന് സ്തോത്രം എന്ന് നാം പറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ, മഹത്വം കർത്താവിന് പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കട്ടെ. അതുകൊണ്ട് എന്തു പറ്റിയെന്ന് നമുക്കറിയാം. ഹൊഫ്നിയും ഫിനെഹാസും പടയിൽ പട്ടുപോയത് കാണാനായിട്ട് സാധിക്കും. ഒരു വീട്ടിൽ എത്ര മരണമാണ് ഒരു ദിവസം കൊണ്ടുണ്ടായത്. ഹൊഫ്നി മരിച്ചു, ഫിനെഹാസ് മരിച്ചു, അതുപോലെ തന്നെ തന്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു, അതുപോലെ തന്നെ ഏലി മരിച്ചു. ഒറ്റ ദിവസമാണ് മരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനങ്ങളിൽ വലിയൊരു സംഹാരമുണ്ടായി. ഇതെവിടാ തുടങ്ങിയത്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. നല്ല ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവും കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന് ഞാൻ നല്ല ഇടയനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തുമ്പുകെട്ട ഇടയന്മാരെ പറ്റി ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായം, യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം, അവിടെയൊക്കെയും ദുഷിച്ച പൗരോഹിത്യത്തെ പറ്റി പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ കഠിന പിന്മാറ്റ സമൂഹത്തിൽ അവർ പൗരോഹിത്യം ഒക്കെയും ത്യജിച്ച് ബോധിച്ചവണ്ണം ജീവിക്കുന്നു. യിരെമ്യാ പ്രവചനം 28-ാം അധ്യായത്തിൽ ജനത്തിന് ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ടവർ അവരുടെ മേശമേലൊക്കെയും മദ്യപിച്ച് ഛർദ്ദിച്ചിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവർ പിൽക്കാലത്തെ വലിയ തകർച്ചയിലേക്ക് പോയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇക്കാലത്തും നമുക്ക് ഇതുപോലൊക്കെയും കാണുവാനായിട്ട് സാധിക്കും. നാം ആരെയും ന്യായം വിധിക്കുന്നവരല്ല, നമ്മെ തന്നെ സ്വയശോധന ചെയ്യുന്നവരാണ്. എന്നാൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, സ്ഥാനമാനങ്ങൾക്കോ മറ്റ് പ്രതാപങ്ങൾക്കോ ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാലത്ത് ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി രാജകീയ പുരോഹിത വർഗമാകുന്ന നാം നമ്മുടെ കർത്താവിന് സ്തുതിയും സ്തോത്രവും മഹത്വവും കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, എപ്പോഴും അന്യാഗ്നി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവിക പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിൽ കത്തിജ്വലിക്കേണ്ടതിനെ ഏൽപ്പിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. സെക്കറിയാ പ്രവചനം 11-ാം അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഹല്ലേലൂയ, തുമ്പുകെട്ട ഇടയനെ പറ്റി 15-17 വാക്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യൂദയ്ക്ക് നിഴലായിട്ടാണ് അവിടെ കാണുവാനായിട്ട്, യൂദയെ പറ്റിയാണ് ഒരു പ്രകാരത്തിൽ അവിടെ കാണുന്നതെങ്കിൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവിനെ 30 വെള്ളിക്കാശിനെ വിറ്റ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നതെങ്കിൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ പൊരുളായി തുമ്പുകെട്ട ഇടയനാകുന്ന എതിർ ക്രിസ്തു വരികയും ആ തുമ്പുകെട്ട ഇടയനുമായിട്ട് ഒരു ഇടംപിടി ഇനിയും ഭാവി കാലങ്ങളിൽ ഇസ്രായേൽ മക്കൾ ചെയ്യുകയും അത് മുഖാന്തരം അവർക്ക് വരുവാൻ പോകുന്ന വളരെ നാശത്തെയുമാണ് നമുക്ക് പ്രാവചനികമായി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കണ്ണു തുറന്നുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ഭോഷത്വത്തിലേക്ക് തിരിയാതെ ഹല്ലേലൂയ, സ്തോത്രം, നാം എപ്പോഴും കർത്താവിനോട് സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. അവസാനമായി നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കാത്തതായ കാര്യങ്ങളാണ് നാം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം അവസാനമായി ചിന്തിച്ചത് പ്രവാചകൻ ഒരു കാവൽക്കാരനാണ് എന്നുള്ളതാണ്. കാവൽക്കാരന്റെ ചില ഡ്യൂട്ടികൾ, 1-2 ഡ്യൂട്ടികൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഒന്നുകൂടെ നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നാം ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ തുടർമാനമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാവൽക്കാരന്റെ ഡ്യൂട്ടി, ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കുവോളം കാവൽക്കാരൻ അടങ്ങിയിരിക്കരുത്. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ അടങ്ങിയിരിക്കരുത്. എത്രത്തോളം? യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കുവോളം. ഞാനത് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതാണ്. എന്റെ ഹൃദയത്തിൽ ഭാരം കൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയത്തിനു വേണ്ടി
ഒരു യഥാസ്ഥാനത്തിനു വേണ്ടി, ഒരു സൗഖ്യത്തിനു വേണ്ടി, ഒരു വിടുതലിനു വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 2-3 പ്രാർത്ഥന കൊണ്ട് നാം മടുത്തു പോകരുതേ. ഹല്ലേലൂയ. ഒരു യഥാസ്ഥാനം ഉണ്ടാകുന്നത് വരെ, ഒരു സൗഖ്യം ഉണ്ടാകുന്നത് വരെ, നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുന്നത് വരെ നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 22:30 വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. മതിൽ കെട്ടി ഇടിവിൽ നിന്ന് ജനത്തിന്റെ വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരുത്തനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. സ്വർഗത്തിൽ നിന്നും യഹോവയായ ദൈവം ഇന്ന് രാത്രി നമ്മെ നോക്കുകയാണ്. ഹല്ലേലൂയ. ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകനെ ഹല്ലേലൂയ ജനത്തിന്റെ പാപങ്ങളെ വഹിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് 430 ദിവസത്തോളം ഹല്ലേലൂയ സ്തോത്രം 390 ഇസ്രയേലിന് വേണ്ടിയും 40 യഹൂദയ്ക്ക് വേണ്ടിയും നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഏതാണ്ട് 1 വർഷം 2.5 മാസത്തോളം 360 ദിവസമാണ് യഹൂദന്റെ കലണ്ടറിനകത്ത് 1 വർഷം. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 1 വർഷവും 2.5 മാസത്തോളം ഇടത്തുവശം കൂടുതൽ, പിന്നെ തിരിഞ്ഞ് വലത്തുവശവും, ഒരു ടോട്ടൽ ഡെഡിക്കേഷൻ നമ്മളെ കൊണ്ടൊക്കെ ഒക്കുമോ? ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ കരയുവാൻ, ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുവാൻ, ഈ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ജോൺ ഹൈഡിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് കൊണ്ട് ഞാനിപ്പോൾ അത് ഓർപ്പിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം. ഹല്ലേലൂയ സ്തോത്രം കാവൽക്കാരനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. യെഹെസ്കേലിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്താണ് നിന്റെ ജോലി? ഒരു പാപിയോട് നീ പാപിയാണെന്ന് പറയണം. അപ്പോൾ അവന്റെ പാപത്തിൽ നിന്ന് തിരിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്നെ ഹല്ലേലൂയ ഞാൻ എന്റെ അധരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതൻ നീ അറിയിച്ചിട്ട് ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ശിക്ഷയില്ല. അഥവാ ദൂതൻ നീ അടക്കി വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരും. നോക്കുക, ഒരു കാവൽക്കാരന്റെ ജോലി ഹല്ലേലൂയ സ്തോത്രം അവന് കിട്ടുന്ന അരുളപ്പാടുകൾ ഹല്ലേലൂയ പാപിയോട് പാപിയാണെന്നും ഹല്ലേലൂയ സ്തോത്രം പിന്മാറ്റക്കാരനോട് പിന്മാറ്റക്കാരനാണെന്നും ഒക്കെയും പറഞ്ഞ് ഒരു യഥാസ്ഥാനപ്പെടുത്തുന്ന ജോലിയാണ് അവനുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ദൈവത്തിന്റെ വചനം നാം പ്രഘോഷിച്ചു കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ ഹല്ലേലൂയ കാവൽക്കാരനെ പറ്റി പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുവാന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഹല്ലേലൂയ കാവൽക്കാരന്റെ ജോലി. യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹല്ലേലൂയ 11-12 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ധൂമയെ കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു. സേയിർ എന്നൊക്കെ പറയുന്ന ഏതോമാണ്. ഹല്ലേലൂയ സ്തോത്രം. യഹൂദയുടെ സൗത്ത് സൈഡിലുള്ള ഏശാവിന്റെ തലമുറകളുടെ സ്ഥലമാണ്. അതിപ്പോൾ ജോർഡനിലാണ്. ഹല്ലേലൂയ. അതിനെ കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. നിങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാവൽക്കാരന്റെ ജോലി രാത്രി ദ ടൈം അറിയിക്കുക എന്നുള്ളതാണ്. വാട്ട് ദ ടൈം ഈസ് നൗ. ഇപ്പോൾ സമയം എന്തായി. ഹല്ലേലൂയ. സമയം എന്തായി എന്ന് നാം അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയുവാനൊക്കത്തില്ല. മതിലിന്മേൽ ദേശത്തിനെ കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ
ഹല്ലേലൂയ 4 യാമങ്ങളിലും ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും കാഹളം ഊതിയിട്ട് ഇത്ര സമയമായി, 1-ാം യാമമായി, 2-ാം യാമമായി, 3-ാം യാമമായി, ആ സന്ദർഭങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യഹൂദന്മാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ യാമങ്ങൾ തോറും ഹല്ലേലൂയ യാമങ്ങൾ ടൈം വിളിച്ചു പറയുന്ന ഒരു ജോലി. അക്കാലത്തെ ക്ലോക്കുകളൊന്നുമില്ല. ഇവരുടെ ജോലിയാണ് ടൈം വിളിച്ചു പറയുക എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കും ആ ഒരു പ്രത്യേക ജോലിയാണ്. ഹല്ലേലൂയ. രാത്രി കഴിവാറായി, പകലേറ്റവും അടുത്തിരിക്കുന്നു. ആകിയാൽ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് വെളിച്ചത്തിന്റെ സർവായുധവർക്കും എടുത്തുകൊള്ളുക എന്ന് ഹല്ലേലൂയ കർത്താവ് നമ്മെ കാവൽക്കാരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളതായ ദൈവിക അരുളപ്പാടുകൾ ജനത്തെ വിളിച്ചറിയിച്ചിട്ട് സമയം എന്തായി എന്നറിയിക്കുന്നതാണ്. ഇവിടെ നാം വായിച്ചതായ ആ വാദവാക്യത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, രാത്രിയും പ്രഭാതവും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ സുദീർഘമായി ഇന്ന് പഠിക്കുവാൻ തക്കവണ്ണം എന്റെ മുമ്പിൽ സമയമില്ല. എന്നാൽ ഞാനത് പെട്ടെന്ന് ഒന്ന് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിലെ സൂര്യന്റെ ആ ശക്തിയും കിരണങ്ങളുമൊക്കെ മങ്ങിപ്പോയിട്ട് കർത്താവ് ഭൂമിയിലേക്ക് മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ തേജസ് കൊണ്ട് ഈ ഇതെല്ലാം മാറിയിട്ട് കർത്താവിന്റെ വരവിന്റെ സന്ദർഭത്തിൽ ഹല്ലേലൂയ ഈ സന്ധ്യയും പകലും ആകുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. ഹല്ലേലൂയ. പകല് അങ്ങോട്ട് തീർന്ന് സന്ധ്യയാകുമ്പോൾ ഈവനിങ് സന്ദർഭത്തിൽ ഏറ്റവും മനസ്സിന് കുളിർമ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് ടീ കഴിക്കാനുമായിട്ടും ഒക്കെ നാം നമ്മുടെ ഫ്രണ്ട് യാർഡിലോ ബാക്ക് യാർഡിലോ ഒക്കെ ഇരുന്നിട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കിയെ ടീ ഒക്കെ കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ല എങ്കിൽ രാത്രി മാറിയിട്ട് നന്ന പ്രഭാതം വരുന്ന ആ ഒരു ടൈമിംഗ് പീരീഡ് ആയിരിക്കും നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് പ്രത്യക്ഷമാകുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നേരം വെളുക്കുകയും ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ ഉദയനക്ഷത്രമാകുന്ന നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ഉദിച്ച് ഉയർന്ന് വരുമ്പോൾ ആ ഒരനുഭവമായിരിക്കും. ഒരുപക്ഷെ ചിലയിടത്ത് നട്ടുച്ചയായിരിക്കും, ചിലയിടത്ത് അർദ്ധരാത്രിയായിരിക്കും, ചിലയിടത്ത് പകലായി പ്രഭാതമായിരിക്കും. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും കർത്താവിന്റെ പ്രഭയാൽ ഈ ഒരനുഭവമായിരിക്കും. പകൽ അങ്ങോട്ട് തീർന്നിട്ട് പകലത്തെ ചൂട് അങ്ങോട്ട് മാറിയിട്ട് സന്ധ്യയിലേക്ക് വരുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന ആ ഈവനിങ് ടൈം പോലെ. ഹല്ലേലൂയ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ആര് വിളിച്ചു പറയുന്നത്? കാവൽക്കാരൻ വിളിച്ചു പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം നമ്മെ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ഇതിപ്പോൾ ഇത്രയും പറയുവാൻ തക്കവണ്ണം കാരണമായത്? നാം പറയേണ്ടത് ഹല്ലേലൂയ രാത്രിയും ഹല്ലേലൂയ പകലും ഒന്നിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരാറായി. കർത്താവിന്റെ കാഹള ശബ്ദം കാതുകളിൽ കേൾക്കാറായി. രാത്രി കഴിവാറായി. പകലേറ്റവും അടുത്തിരിക്കുന്നു. ഇരുട്ടിന്റെ പ്രവൃത്തികളായ പാപത്തിൽ നിന്നും വിട്ടൊഴിവീൻ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവീൻ. ഇതാണ് കർത്താവ് നമ്മെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത്. അല്ലെങ്കിൽ ദൈവവചനത്തിൽ നാം അങ്ങനെയല്ലേ വായിക്കുന്നത്? പർവ്വതങ്ങളിൽ സുവാർത്താ ദൂതന്മാരുടെ ശബ്ദം, അവരുടെ പാദം എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് യിശയ്യാ പ്രവചനത്തിലും അത് ഉദ്ധരിച്ചുകൊണ്ട് മറ്റു പലയിടത്തും പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പാദങ്ങൾ മനോഹരമാകുന്നത് ഹല്ലേലൂയ ഒരു കാവൽക്കാരനെ പോലെ. ഹല്ലേലൂയ കർത്താവ് വരാറായി. ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ ദൂതതായിരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് ആമേൻ കർത്താവായ യേശുവേ വരേണമേ,
ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന് നമ്മുടെ കർത്താവ് 3 പ്രാവശ്യമാണ് 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ 22-ാം അധ്യായം ക്ലോസ് ചെയ്യുന്നത് അതിന് പ്രത്യുത്തരമായി കർത്താവേ വരേണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായി, കർത്താവിന്റെ വരവ് ആസന്നമായി, കർത്താവ് വേഗം വരുന്നു. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ അത് ഉയർന്ന് കാണുവാൻ സാധിക്കും. ഈ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വരാറായി എന്നുള്ള ദൂത് അറിയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇനിയും ഒത്തിരി മുമ്പോട്ട് പോകുകയാണ് എങ്കിൽ ഹല്ലേലൂയ വീണ്ടും നമുക്ക് മുമ്പോട്ട് ഒരു കാര്യം കൂടെങ്കിലും പറയാൻ ആഗ്രഹമുണ്ട്. ആയതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഹബക്കൂബിന്റെ പ്രവചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനിവിടെ വായിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, 2-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും. സാഹസം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് വയലൻസ് എന്നാണ്. അപ്പോൾ പ്രവാചകൻ ജീവിച്ചിരുന്ന ഒരു കാലം കഠിന പിന്മാറ്റത്തിന്റെ സമയമാണ്. എല്ലാം വയലൻസ് ആണ്. ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഭയങ്കര വയലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്യോന്യം കലഹം, അന്യോന്യം അടിപിടി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെപ്പറ്റി ലോകം അങ്ങനെ പറയുവാനിടയാകരുത്. അന്യോന്യം അടിപിടിക്കുന്നവരാണ്, അന്യോന്യം കേസ് കൊടുക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിഷിദ്ധമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെയും കേൾക്കുമ്പോൾ കർത്താവേ, പാപത്തിൽ നിന്നും ഈ കഠിന പിന്മാറ്റത്തിൽ നിന്നും ജനത്തെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നു. നീതികേടെന്ന് അവിടെ കൊടുത്തിരിക്കുന്ന ഇനിക്വിറ്റി, അകൃത്യം എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ കവർച്ച, ഹല്ലേലൂയ, സ്പോയിലിംഗ്, മറ്റുള്ളവരുടെയൊക്കെ കവർന്നെടുക്കുന്നത് നമ്മുടെ ഈ കാലത്ത് കാണുന്ന കാര്യമാണ്. ഹബക്കൂബ് പ്രവാചകന്റെ ഈ പ്രവചന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലെ 2-3 വാക്യങ്ങളില് സ്പോയിലിംഗ് ആൻഡ് വയലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആൻഡ് അതുകൊണ്ട് സ്ട്രൈഫ്, അന്യോന്യം കലഹം ഉണ്ടാകുന്നു, കവർച്ചയുണ്ടാകുന്നു, കലഹമുണ്ടാകുന്നു, സാഹസം അഥവാ വയലൻസ് ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവാചകന്റെ മുമ്പിൽ നിന്ന് കൊത്തളത്തിൽ കാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പ്രവാചകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ സാധുക്കളെ കൊള്ളയിടുന്ന നേതൃസ്ഥാനങ്ങള്, കർത്താവിന്റെ പേരിൽ ചെയ്യുന്നതായ ദുഷിച്ച പ്രവൃത്തികൾ, ഇതൊക്കെ പ്രവാചകൻ കണ്ടുകൊണ്ട് പ്രവാചകന്റെ നെന്തുരുകി താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എത്രത്തോളം അയ്യം വിളിക്കുക. അത് വേറൊരു ഭാഗത്തെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, തന്റെ നടു പൊട്ടത്തക്കവണ്ണം കരയുന്നതാണ്. ഹല്ലേലൂയ. അത് ഹബക്കൂബ് പ്രവാചകനല്ല, വേറൊരു പ്രവാചകനോടെ യഹോവയായ ദൈവം പറയുകയാണ്, നീ നിന്റെ നടു പൊട്ടത്തക്കവണ്ണം കരയുക. അത്ര കഠിന പാപമാണ് ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മനുഷ്യരൊക്കെ അവർ ചെയ്യുന്ന പാപങ്ങളും ദൈവസന്നിധിയിൽ നീതിയല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വലിയ മഹാന്മാരായി നടിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും കണ്ടിട്ടോ ഹല്ലേലൂയ, സ്തോത്രം, നാം ഇവയൊന്നും അഡോപ്റ്റ് ചെയ്യരുതേ. ദൈവവചനം, ഹല്ലേലൂയ, ഞാൻ ദൈവവചനത്തെ പറ്റി നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ. വായിക്കാനുള്ള കാര്യം 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ന്യായപ്രമാണം അയഞ്ഞതുകൊണ്ടാണ് ഈ പാപങ്ങളും അകൃത്യങ്ങളും ഒക്കെ ഉണ്ടായത്. ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പാപം ചെയ്യുവാൻ മടിക്കും. ഹല്ലേലൂയ. മറന്നു പോകരുതേ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഒരധ്യായമെങ്കിലും വായിച്ച് ദൈവസന്നിധിയിൽ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്ത് വായിക്കുന്ന വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, തിരുവചനം കണ്ണാടിയാണ്, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ്
ആ വചനപ്രകാരം ആ ദിവസം ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും സന്ധ്യയെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നാം വചനത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ചെയ്തോ എന്നുള്ളത് വചനപ്രകാരം നോക്കി സമർപ്പിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദിവസേന ജീവിച്ചാൽ, ഒരു ഞായറാഴ്ചയല്ല, ആഴ്ചയിൽ ഒരിക്കലല്ല, ദിവസവും ഡെയിലി ചെയ്യുകയാകുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഏതാണ്ടൊക്കെ ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അത്ര പൂർണ്ണരായില്ല എങ്കിൽ തന്നെയും ദൈവവചനത്തിന്റെ മുമ്പാകെ വിറയ്ക്കും. ഇതെനിക്ക് പറ്റിയതല്ല, വേറൊരുത്തനെ കളിപ്പിക്കാൻ എനിക്കൊക്കത്തില്ല, ദൈവത്തിന്റെ ഈ പ്രമാണങ്ങൾ എനിക്ക് നിഷേധിക്കുവാൻ ഒക്കത്തില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ മുഖം നോക്കുന്നവരായിട്ടല്ല, ദൈവമുഖപ്രസാദം നമ്മളിൽ ഉദിക്കത്തക്കവണ്ണം നാം ചെയ്യുന്നവരായിരിക്കണം. ഇസ്രയേൽ മക്കളോടെ നാം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്, ഇസ്രയേൽ മക്കളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവർ പ്രമാണമുള്ളവരായിരുന്നു എന്നുള്ളതാണ്. പ്രമാണമുള്ളവരായിരുന്നു. അവരുടെ ജ്ഞാനവും അവരുടെ വിവേകവും അവരുടെ ദൈവ സാന്നിധ്യവും, ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം നാം അതാണ് വായിച്ചത്. അതുകൊണ്ടാണ് വായിച്ചത്, പ്രമാണമുള്ളവരായിരുന്നു. ഇന്ന് രാത്രി മറ്റെല്ലാം നിങ്ങൾ മറന്നാലും ഒരു കാര്യം മറക്കരുതേ, ദൈവം നമുക്ക് ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ഈ 66 പുസ്തകം ഇതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് അധികാരമില്ല. ഇതിൽ നിന്ന് കുറയ്ക്കുന്നവനും കൂട്ടുന്നവനും ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നാം വായിച്ചല്ലോ, ഈ പ്രമാണം നമ്മുടെ തലമുറകൾ കേൾപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ, ഞാൻ നിനക്ക് തരുന്ന വചനവും എന്റെ ആത്മാവും നിന്റെ വായിൽ നിന്നും നിന്റെ തലമുറയുടെ വായിൽ നിന്നും നിന്റെ തലമുറയുടെ തലമുറയുടെ വായിൽ നിന്നും ഒരിക്കലും വിട്ടുപോകത്തില്ല എന്നാണ് പറയുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിൽ ഉണ്ടാകുവാൻ പോകുന്നതായ ആ വലിയ ആത്മീക അനുഭവത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വിശ്വാസത്താൽ, ഹല്ലേലൂയ സ്തോത്രം, നാം പ്രാപിക്കുന്ന വചനം നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഞായറാഴ്ച പാസ്റ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നമ്മുടെ മാതാപിതാക്കളുടെ ജോലിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവരുടെ ഹൃദയങ്ങളിൽ ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, മറ്റെല്ലാത്തിനും ഷോപ്പിങ്ങിന്റെ സമയം കിട്ടിയില്ലെങ്കിൽ ഒക്കെ, എന്നാൽ തലമുറകൾക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നാം വായിച്ചത്. ഹല്ലേലൂയ. ആ വാക്യങ്ങള് നാം വായിച്ചത്, ഹല്ലേലൂയ, ഒന്നുകൂടെ വായിച്ചിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുതേ. ഹല്ലേലൂയ. പിന്നെന്താണ്? ഹല്ലേലൂയ, വചനം നിനക്ക് സമീപമായിരിക്കുന്നു, അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും നിറഞ്ഞിരിക്കുന്നു. ആദ്യം ഹൃദയത്തിലാണ് നിറയേണ്ടത്. ഹൃദയത്തിൽ നിറഞ്ഞാല് ഹൃദയം നിറയുന്നതാണ് വാ സംസാരിക്കുന്നത്. അപ്പൊ വചനം കൊണ്ട് നമ്മുടെ ഹൃദയം അങ്ങ് നിറഞ്ഞ് 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 നമ്മുടെ അധരത്തിൽ നിന്നും എപ്പോഴും വചനം, ജീവന്റെ വചനമാണ്. അത് ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാളാണ്. ഹല്ലേലൂയ. ഈ വചനം നിന്റെ അധരത്തിൽ കൂടെ ഒഴുകിയാൽ, ഹല്ലേലൂയ, നിനക്കെതിരായി, ഹല്ലേലൂയ, 1000 സാത്താന്യ ശക്തികൾ വന്നാലും നിന്നെ തൊടുകയില്ല. ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാള് നിന്റെ അധരത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വചനത്തെ ധ്യാനിക്കുന്നവർ എന്താണ് തിരുവചനത്തിൽ പറയുന്നത്? അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെയായിരിക്കും. ഒരു തക്ക കാലത്ത് ഒരു ഫലം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്
ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം വായിക്കുന്നതായ വചനം അതന്ന് പകല് മുഴുവനും ധ്യാനിക്കണം. കർത്താവേ കർത്താവേ കർത്താവേ, ഇങ്ങനെ നാം ഒന്ന് നോയിക്കേ, ഒരു മാസം നോയിക്കേ, നമുക്കെതിരായി നിൽക്കുന്ന സാത്താന്യ ശക്തികളൊക്കെ ഓടിപ്പോകും. മാത്രമല്ല, കർത്താവ് നമ്മുടെ കാതുകൾ തുറന്ന് കർത്താവിന്റെ ശബ്ദം ഹല്ലേലൂയ നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് കേൾക്കാനിടയായിത്തീരും. മറ്റ് നാമധേയമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്നവർക്കൊന്നും ഉള്ള അനുഭവമല്ല ഇത്. യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് ഇവിടെ പ്രവാചകൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ന്യായപ്രമാണം അയഞ്ഞപ്പോഴത്തേക്ക് താനങ്ങ് ഹൃദയം പൊട്ടുകയാണ്. ഇങ്ങനെ കരഞ്ഞ വ്യക്തിക്കാണ് ദൈവം പ്രവചന ശുശ്രൂഷ കൊടുക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദൈവം ചില ഉയർച്ചകൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ചില പ്രത്യേക നിയോഗം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ചില പ്രത്യേക ശുശ്രൂഷകൾ നിനക്ക് തരുവാൻ ആരംഭിക്കുന്നു. ഇതിന്റെ ആരംഭം എന്നുള്ളത് പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. ഇടിവിൽ നിൽക്കുക. ഹല്ലേലൂയ, ഒരു കാവൽക്കാരിയായി മാറുക. രണ്ടാമതായി വചനം ധ്യാനിക്കുക. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുക. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം കരയേറ്റുക. ഇങ്ങനെ നമ്മുടെ പ്രവാസ ജീവിതം നാം അങ്ങനെയൊന്ന് ദിവസം തോറും കഴിക്കുകയാകുന്നുവെങ്കിൽ നാം ചെന്ന് ഒരു ആലയത്തിലേക്ക് പോയെന്നിരിക്കട്ടെ, അവിടെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ദൈവപ്രഭ കൊണ്ടങ്ങ് നിറയും. ഹല്ലേലൂയ, നാം മുഖാന്തരം ആരാധനകൾ, പ്രാർത്ഥനകൾ, അനുഗ്രഹം പ്രാപിക്കും. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം കേട്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ എന്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി, രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് വിളിച്ചു പറയാം. കാവൽക്കാരായി കർത്താവിന്റെ ജോലി ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. Thank you. God bless you. ദൈവത്തിനായി ശരിയായ ശബ്ദത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന വചനത്തിന്റെ വാതില് ദൈവഭക്തന്റെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഹാലേലൂയ, നമ്മളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിന് മുമ്പ് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. കേൾപ്പിച്ചതായിട്ടുള്ള ദൈവനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ഹാലേലൂയ, ദൈവം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇസ്രായേലി നിങ്ങൾ ജീവിച്ചിരിക്കാൻ ഹാലേലൂയ പരിമിതി ഇസ്രായേലായിരിക്കുന്ന ജനത്തോട് ദൈവം കൽപ്പിക്കും. പുതിയ ഇസ്രായേലായി നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാവുന്നു. ദൈവത്തിന്റെ വചനത്തോട് ഹാലേലൂയ സ്തോത്രം നാം ഹാലേലൂയ കൂട്ടുചേർക്കുന്നവരായി തീരരുത്. ഹാലേലൂയ സ്തോത്രം. ദൈവവചനത്തോട് നാം കൂട്ടുകൾ കുറയ്ക്കുകയോ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഹാലേലൂയ സ്തോത്രം. ഞാൻ നിന്നെ ഹാലേലൂയ സ്തോത്രം നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഒക്കെയും പ്രമാണിച്ചിറക്കി അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും വരുന്നത്. ഹാലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹാലേലൂയ വചനങ്ങളോട് നീ ഒരു അതിൽ നിന്ന് ഒന്ന് കൂട്ടരുത്. ദൈവം നിന്നെ വിസ്തരിക്കരുത്. നീ കള്ളനാകുവാൻ തക്ക ഇടവരരുത്. ഹാലേലൂയ കൂട്ടുവാനോ കുറിക്കുവാനോ നമുക്ക് അധികാരമില്ല. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ദൈവം കൽപ്പിച്ചതുപോലെ അങ്ങനെ തന്നെ അനുസരിപ്പാൽ യാത്രക്കാലവും നമ്മളെ ഹാലേലൂയ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചല്ലോ. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ, ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം ഹാലേലൂയ എത്ര ശ്രേഷ്ഠ വാക്തമാകുന്നു. ദൈവ ഹാലേലൂയ സ്തോത്രം. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുന്നു. അത് മാത്രമല്ല, ഈ സകല ന്യായപ്രമാണവും അല്ലെങ്കിൽ പോലെ ഇത്ര നീതിയും ചട്ടങ്ങളും ഹാലേലൂയ സ്തോത്രം വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി എന്നുള്ള ചട്ടങ്ങൾ ഹാലേലൂയ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും നമുക്ക് ദൈവം കൽപ്പിച്ച് തന്നിരിക്കുന്നു. അതിപ്രകാരം ജീവിത തലമുറകളായി നമുക്കിടയായി തീരട്ടെ. ഹാലേലൂയ സ്തോത്രം. നമ്മൾ അന്യാക്കി കത്തിക്കുന്നവരായി തീരരുത്. ഹാലേലൂയ സ്തോത്രം. നാദാവും ഹാലേലൂയ അബീഹൂവും ഹാലേലൂയ അന്യാക്കി ദൈവത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ ഹാലേലൂയ ജീവിതത്തിന് അടിമകളായിരുന്നു എന്ന് ഹാലേലൂയ 10-ാം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ദൈവത്തിന്റെ അരുളപ്പാടായ യഹോവ അഹരോനോട് അരുളിച്ചെയ്തത്, നീ നിന്റെ മുഖന്മാരിൽ മരിച്ചു പോകാതിരിക്കുന്നതിന്
സമാപന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കൊടുക്കരുത് എന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ കർമ്മവൽമയാൽ എന്നേക്കുമുള്ള ചട്ടമായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ അതിവിശുദ്ധരായ ദൈവത്തിന്റെ സന്നിധിയില് ആത്മീയമായി അവരാലേലൂയ സ്തോത്രം മരിച്ചുപോയതായിട്ട് കാണാൻ മരണങ്ങൾക്ക് ഭാരതദാസനോട് ലഭിച്ചതുപോലെ ദൈവം കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനെ യഹോവയെ അന്വേഷിപ്പീനും ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവം കൽപ്പിച്ച അതേ കൽപ്പനപ്രകാരം വ്യവസ്ഥപ്രകാരം നാം അടുത്തു വരണം. കൃപാസനത്തിന്റെ മുമ്പിൽ വിടുതൽ വേണോ, രോഗസൗഖ്യം വേണോ, സമ്പത്തിലെ ജീവൻ വേണോ, അഭിഷേകം വേണോ, ദൈവം വെളിപ്പാട് അവസരങ്ങള് എല്ലാ അനുഗ്രഹ സമ്പത്തിയും ദൈവം നൽകുവാൻ ജീവൻ വിശ്വാസനാകുന്നു. ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരവരണം. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥരായ സത്യസന്ധത, വിശ്വാസത, പരമാർത്ഥത, നിഷ്കളങ്കത, ഹല്ലേലൂയ നിർമ്മലമായ ഹൃദയം ദൈവത്തെ നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഓരോ കോടിവരവിലും നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളും നമ്മൾ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തെ എത്രമാത്രം അനുസരിക്കുമോ അത്രമാത്രം അനുഗ്രഹ പ്രവൃത്തിയാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത്. നമുക്കൊരു ചെറിയ ശുശ്രൂഷയായാലും വലിയ ശുശ്രൂഷയായാലും തന്നാൽ അത് വിശ്വസ്തയോടൊരു പാട്ട് പാടുവാൻ കുടുംബം വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോട് നാം പാട്ട് പാടണം. ലീഡ് ചെയ്യുവാൻ തന്നിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യുവാൻ തന്നിട്ടുണ്ടെങ്കിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരും സത്യസന്ധതും പരമാർത്ഥതയും ഹല്ലേലൂയ പുലർത്തുന്നെങ്കിൽ ദൈവം നമ്മെ മാത്രമല്ല തലമുറകളായി മറക്കാത്ത അനുഗ്രഹ സമുദ്രത്തിലേക്ക് നടത്തുന്ന ദൈവമാകുന്ന രാത്രികാലം നമുക്ക് കേൾക്കാനിടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നാദാവും അബീഹുവും അജ്ഞാനത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം ജ്ഞാനത്തിനും കഴിവിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയരുത്. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ പ്രാപിച്ചല്ലാതെ നമുക്കൊന്നും ഹല്ലേലൂയ ദൈവം കൽപ്പിക്കാത്തൊരു കാര്യമല്ല. പ്രവചനം പോലും ഹല്ലേലൂയ കുമ്പോട്ടിടയന്മാരും കള്ളപ്രവാചകന്മാരും ദൈവം അയക്കത്തില്ല. ദൈവം ആത്മാവിനെ പ്രകടനത്തില്ല. ദൈവം അറിയി ചെയ്യാത്ത വാക്കുകളും കാര്യങ്ങളും സംസാരിച്ചു നിന്നുകൊണ്ട് പണമുണ്ടാക്കുന്ന മാർഗം അറിയാ സുവിശേഷവേല എന്ന് പറയുന്നത് ഹല്ലേലൂയ നന്മയും കരുണയും നിന്റെ ആസ്കാരവും ഒക്കെ നിന്നെ പിന്തുടരും. ദൈവത്തിന്റെ വാക്തത്വമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കൊണ്ട് ഭൂമി ഇല്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നോഹയുടെ കാലം നോക്കിക്കേ. നോഹയും കുടുംബവും പുറത്തിറങ്ങിയപ്പോൾ എത്രമാത്രം വിസ്താരമേറിയ ഭൂമിയിലേക്കാണ് ദൈവം ഇറക്കി വിട്ട ദൈവമക്കളെ. ഇന്ന് ഹല്ലേലൂയ പണമുണ്ടാക്കുന്ന മാർഗം കള്ളത്തരങ്ങളും വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് നീങ്ങുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം നോക്കുമ്പോൾ വിശ്വസ്തതയില്ല, ഹല്ലേലൂയ പരമാർത്ഥതയില്ല, സത്യസന്ധതയില്ല. പണമുണ്ടാക്കുന്ന മാർഗമല്ല സത്യസുവിശേഷം അറിയിക്കുന്നത്. ദൈവം ഹല്ലേലൂയ പുലർത്തുവാൻ വിശ്വസ്തനാകുന്ന അപ്പോസ്തലന്മാരെ നാം നോക്കിക്കേ. അവരെ ദൈവമായി വല്ല നന്മയ്ക്കും കുറവുണ്ടായോ? ദൈവമക്കളെ രാത്രികാലം ദൈവവചനത്തെ ദൈവം കൽപ്പിച്ചതുപോലെ പ്രസ്താവിക്കുന്നവരായിരിക്കണം. വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഈ സാത്താന്യ ശക്തി ഹല്ലേലൂയ ദുഷ്ടശക്തികൾ പ്രിയന്റെ വരവെടുക്കും തോറും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും നേരെ സാത്താന്യ ശക്തി അടുത്ത് വരുമ്പോൾ അതിനെ എതിർത്ത് നിൽപ്പാൻ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സാത്താനായവൻ പരീക്ഷയ്ക്കായി കടന്നു വന്ന സന്ദർഭങ്ങളിലും ഹല്ലേലൂയ അവരെ സകലത്തിലും ജയിച്ച ദൈവീരനായ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം. നാമം നമ്മുടെ കർത്താവ് ജയിച്ചുവെങ്കിൽ നാമം ജയിക്കണം. നമ്മുടെ കർത്താവ് സകലത്തെ ജയിച്ച ജൈവീരനാവും. ഹല്ലേലൂയ. ദൈവ കുഞ്ഞുങ്ങളായ നമ്മൾ സാത്താന്റെ ശക്തിയെ ജയിച്ച് പരീക്ഷകനെ ജയിച്ച് പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പാൻ ഉപവസിപ്പാൻ ഈ 2024 2023 അധികമായി 2021 പ്രാർത്ഥിക്കാൻ അധികമായി 2024 നാം പ്രാർത്ഥിക്കുന്നതിൽ മുന്നേറണം. ഉപവാസത്തിലും
ദൈവവചനം അനുസരിക്കുന്നതിലും ദൈവത്തോട് പറ്റി നിൽക്കുന്നതിലും ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം വചനം സംസാരിക്കുന്ന ഭക്തനെ നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തോട് കൂട്ടിയേർക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഏതൻ തോട്ടത്തിൽ തന്നെ നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാണ് ദൈവം കൽപ്പിച്ചിരുന്നത്. പക്ഷേ ഹവ്വ പറഞ്ഞ കാര്യം അവനോട് പറയുമ്പോൾ തിന്നരുത്, സ്വർഗീയമരുത് എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്വാഗതം. അപ്പോൾ അവർ കൂട്ടുകയും കൊടുക്കുകയും ചെയ്തതായിട്ട് ദൈവം കൽപ്പിച്ചതുപോലെ അതിന്മാരം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായിട്ട് വചനം സംസാരിക്കുന്നതിന് ദൈവം അനുഗ്രഹിച്ച പിന്നെയും ഉത്തരമായ ദിനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുവാൻ ദൈവം ആയുസ് കൊടുക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രങ്ങളെ കുടുംബമായി ഓതിയും പോലെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സോനുകളെ കുടുംബങ്ങളായി എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളും ആശ്വാസമായി പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നടന്നുമല്ല സാറിന്റെ വെളിപ്പെടുദാസിനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും മുതലെയും അമ്പിയെയും മോഹങ്ങളെയും പ്രവർത്തനങ്ങളെയും കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകാരുമായി കുടുംബമായി മക്കളെയും കുട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിന് വിലപ്പെട്ട കാര്യപ്പെട്ട നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചതിനായിട്ട് അംഗീകരിക്കുന്നു. ഈ രാത്രികാലം സംബന്ധിച്ച എല്ലാവരെയും സംബന്ധിക്കാൻ കഴിയാത്തവരെയും ഒക്കെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനപ്രകാരം ജീവിപ്പാൻ അവരുടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രാത്രികാലം എഴുന്നേറ്റ് ഇന്ത്യയെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കണം. ഹല്ലേലൂയ. രാത്രികാലം എഴുന്നേറ്റപ്പറ്റി നന്ദിയേറ്റാൻ സഹായിക്കണം. സ്വയമാനത്തിനും മഹത്വത്തിനും പോയിച്ചേക്കും ബഹുമാനത്തിന് യോഗ്യൻ സകല മഹത്വം എടുത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷവും ഇല്ലാതെ പരിപാലിക്കണം. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ആപത്തുള്ള ബാധകൾ, വ്യാധികളോ ആളുകള് ഒന്നും വരാതെ ദീർഘായുസോടെ തൃപ്തിപ്പെടുത്തി മാനിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം. സ്വർഗ്ഗസ്ഥപിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസം നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം സംബന്ധിച്ച എല്ലാ മക്കളുമേലും ഓരോട് സ്ഥലം വിശുദ്ധന്മാരുടെ മേലും ഇന്ന് ബന്ധം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് us all. Amen. Thank you.